പുത്തൻ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടതിൻ്റെ ദേഷ്യം തീർക്കാനായിട്ട് അഭി വീട്ടിലോട്ട് വരുന്നുണ്ട്. കട്ടക്കലിപ്പിലാണ്. ദേവയാനിയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. ദേവയാനി പറഞ്ഞിട്ടാണോ നീ അങ്ങനെ ചെയ്തതെന്നൊക്കെ ചോദിക്കും. അന്നേരം എന്താടാ ചെയ്തത് എന്ന് ചോദിക്കുമ്പം ഞാൻ പറയാം എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോഴാണ് അമ്മാവന്മാർ രണ്ടുപേരും അങ്ങോട്ട് വന്നേ. അന്നേരം നിങ്ങളുടെ അറിവോട് കൂടിയാണോ ആ മഹത് പ്രവൃത്തി അവൻ ചെയ്തതെന്ന് ചോദിക്കും. അന്നേരം അവൻ എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പം അഭി പറയുന്നുണ്ട്, ഞാനൊരു ജയിൽ പുള്ളിയാണ്. അങ്ങനെ ഒരു പേര് കിട്ടിയതിൽ പിന്നെ ഒരു ജോലി പുറത്തു പോയി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായി ഞാൻ. അങ്ങനെയുള്ള എന്നെയാണ് അവിടെ നിന്ന് അമ്മാവൻ്റെ മോൻ പിരിച്ചു വിട്ടത് എന്ന് പറയും കേട്ടോ. എന്തൊക്കെയാണ് അങ്ങോട്ടേക്ക് എന്താ അഭി എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ച് നവ്യയും അതുപോലെ ജലജയും ഒക്കെ വരുന്നുണ്ട്. അവർക്കും ദേഷ്യം വരുന്നുണ്ട്. അന്നേരം ജയനും അജയനോട് പറയുന്നുണ്ട്, ഇത് ഞങ്ങൾ കൂട്ടമായിട്ട് എടുത്തൊരു തീരുമാനമാണ്. അവൻ ഞങ്ങളോട് ഇങ്ങനെ ഒരു അഭിപ്രായം വെച്ചു, അതിൽ തെറ്റില്ല എന്ന് ഞങ്ങളും പറഞ്ഞു എന്ന് പറയും. അന്നേരം അഭി ചോദിക്കുന്നുണ്ട്, അപ്പം ഞാൻ തെണ്ടി നടന്ന് നരകിക്കാൻ വേണ്ടി നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തതല്ലേ, എനിക്കൊരു ജോലി കിട്ടാൻ പാടാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എന്നൊക്കെ പറയുമ്പം ദേവേനെ പറയുന്നുണ്ട്, അങ്ങനെ തെണ്ടി നടക്കേണ്ട അവസ്ഥയൊന്നും നിനക്കുണ്ടാകുകയില്ല. നിനക്ക് ആവശ്യമുള്ള പണം നിൻ്റെ അക്കൗണ്ടിലെത്തും. നീ കമ്പനിയെ സേവിക്കണ്ട എന്ന് മാത്രമേ അനി കരുതി കാണുള്ളൂ എന്ന് പറയും. അന്തേക്കും അങ്ങ് ദേഷ്യം വരും നവ്യയ്ക്ക്. നവ്യ പറയുന്നുണ്ട്, എൻ്റെ അഭി എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാണ്. അവൻ ജയിലിലേക്ക് പോകുന്ന സമയത്ത് പോലും അതൊന്ന് തടയാൻ നിങ്ങൾ ആരും ശ്രമിച്ചില്ല. എന്നിട്ട് അവൻ തിരിച്ചു വന്നപ്പോഴും നിങ്ങൾ അവനെ ഇങ്ങനെ ദ്രോഹിക്കുവാണോ? അതിൻ്റെ ആവശ്യം എന്താണ് എന്നൊക്കെ ചോദിച്ച് കുറേ ദേഷ്യപ്പെടും. അന്നേരം ജലജ പറയുന്നുണ്ട്, അഭിയെ മാത്രമല്ല എന്നെയും ഇവരെല്ലാം ഉപദ്രവിക്കുവാണ്. ഞാൻ ഇങ്ങോട്ട് വന്ന് കയറിയ കാലം തൊട്ട് ഏട്ടത്തി എന്നോട് കാണിക്കുന്നത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എന്ത് കാണിച്ചു എന്ന് ദേവേനെ ചോദിക്കുന്നുണ്ട്. അന്നേരം കാണിച്ചതൊക്കെ എനിക്കറിയാം, കടിച്ചു പിടിച്ച് ഇവിടെ നിൽക്കുമായിരുന്നു എന്നൊക്കെ പറയുമ്പം ജയൻ പറയുന്നുണ്ട്, അത്രയും ബുദ്ധിമുട്ടിയാണ് നീ ഇവിടെ നിൽക്കുന്നെങ്കിൽ ഒരു കാര്യം ചെയ്യുക, നീ നിൻ്റെ മകൻ്റെ കൈയും പിടിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിക്കോളാൻ പറയും. അധികം ഞെട്ടിപ്പോകുന്നുണ്ട് രണ്ടുപേ. അന്നേരം അഭി പറയുവാണ്, അങ്ങനെ ഇറങ്ങി പോകുന്നുണ്ടെങ്കിൽ എൻ്റെ ഭാര്യയും മകനെയും കൊണ്ട് ഞാൻ ഇറങ്ങി പോകുള്ളൂ എന്ന്. അന്നേരം ജയൻ പറയുന്നുണ്ട്, നീ അങ്ങനെ ഇറങ്ങിപ്പോകുന്നതിന് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, ഞങ്ങളത് സമ്മതിച്ചേനെ. നീ നട്ടുള്ള ഒരുത്തനായിരുന്നുവെങ്കിൽ പുറത്തു പോയി ജോലി ചെയ്ത് നിൻ്റെ ഭാര്യയെ നിനക്ക് നോക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങളത് സമ്മതിച്ചേനെ എന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട്, അതെ, എൻ്റെ അഭിക്ക് കഴിവില്ല, അവന് നട്ടിലില്ലാത്തവനുമാണ്, അത് ഞാനങ്ങ് സഹിച്ചു. ഏതായാലും നിങ്ങളുടെ ആരെയും ചിലവിൽ ഇനി ജീവിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല, എങ്ങനെയെങ്കിലും ഞങ്ങൾ ജീവിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ബാ അഭി എന്ന് പറഞ്ഞ് അഭിയെ വിളിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ട് മുകളിലേക്ക് പോവുകയാണ്. പോയി കഴിയുമ്പം ജയൻ ജലജോട് പറയുന്നുണ്ട്, എടി ഇനിയെങ്കിലും നിൻ്റെ മകനോട് മര്യാദയ്ക്ക് ജീവിക്കാൻ പറ. ഓരോന്ന് പറഞ്ഞ് നിൻ്റെ മരുമകളെ ദേഷ്യം പിടിപ്പിക്കുന്നതിന് പകരം അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്. ഇനി ഒരു മകളൂടെ ഉണ്ടല്ലോ അയർലൻഡിൽ, അവൾ ഇങ്ങോട്ട് വരുമ്പോൾ അവളുടെ വിവാഹമൊക്കെ നടക്കണമെങ്കിൽ ഇവൻ്റെ സ്വഭാവം ഇങ്ങനെ പോയാൽ ശരിയാകിയല്ല എന്ന് പറയുമ്പം, അവളെ നിങ്ങളൊക്കെ മാറ്റി നിർത്തിയിട്ടല്ലേ ഉള്ളൂ എന്ന് ചോദിക്കും. അന്നേരം ദേവേനെ പറയുന്നുണ്ട്, ഞാൻ അവളെ സ്വന്തം മകളെ പോലെയാണ് സ്നേഹിച്ചത് എന്ന്. അന്നേരം ജലജ പറയുവാണ്, സ്വന്തമായിട്ടൊരു മരുമകൾ വരുന്നത് വരെ അങ്ങനെയായിരുന്നു, അതിനുശേഷം അങ്ങനെയല്ല എന്നും പറയുന്നുണ്ട്. എത്ര പറഞ്ഞാലും ജലജയ്ക്ക് മനസ്സിലാവില്ലല്ലോ. അന്നേരം ജലജ പറയുന്നുണ്ട്, എൻ്റെ മകനേക്കാൾ മുമ്പ് ജയിലിൽ കിടക്കേണ്ട ഒരുത്തിന് ഇവിടെ ഉണ്ടായിരുന്നു, അവൻ ജയിലിൽ കിടക്കാത്ത നിങ്ങളെല്ലാവരും കൂടെ നിന്നുകൊണ്ടല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം ദേവേനെ പറയുന്നുണ്ട്, നിനക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യുക, ആ കാര്യം പറഞ്ഞ് നീ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഒരു കേസ് കൊടുക്കുക. അന്നേരം എങ്ങനെയാണ് കേസ് തിരിഞ്ഞു മറിയുന്നതെന്ന് നിനക്ക് അറിയാമെന്ന് പറയുക. എന്തെങ്കിലും സ്വന്തം മകൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവുകയാണ് ജലജ പോയി കഴിയുമ്പം അവിടെ ജയനോ അജയനോട് പറയുന്നുണ്ട്, ഇത്രയും പെട്ടെന്ന് അനി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്ന് കരുതിയില്ലാന്ന്. അന്നേരം ദേവേനെ പറയും, അവൻ ചെയ്ത ദ്രോഹം നന്നായിട്ട് അറിയാവുന്ന എനിക്ക് ഇങ്ങനെയൊക്കെ പെരുമാറാനേ സാധിക്കുമെന്ന്. പിന്നീട് നവ്യയും അഭിയും കാണിക്കുന്നുണ്ട്, അവർ രണ്ടുപേരും ഭയങ്കര ദേഷ്യത്തിലാണ്. അന്നേരം അഭി പറയുന്നുണ്ട്, ഇനി ഒരു ജോലി കണ്ടുപിടിക്കണം, ഏതായാലും ഇവരുടെ ചിലവിൽ ഇനി ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല എന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട്, നിനക്ക് മാത്രമല്ല എനിക്കും ഒരു ജോലി കണ്ടുപിടിക്കണം. ഇനി പെൺകുട്ടികൾ പുറത്തുപോയി ജോലി ചെയ്യേണ്ട ആവശ്യം ഈ തറവാടിനില്ല എന്ന് ഈ വീട്ടിലുള്ളവർ പറയില്ലല്ലോ. എൻ്റെ അനിയത്തി വലിയ ഡിസൈനറല്ലേ, അതുപോലെ ഞാനും ജോലി കണ്ടെത്തും എന്ന് പറയുമ്പം അഭി പറയുന്നുണ്ട്, നിൻ്റെ 2 അനിയത്തിമാർക്കും ജോലിയുണ്ട്, പക്ഷെ അതുകൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനമില്ല പാരയല്ലാതെ എന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട്, എനിക്ക് നന്ദുവിനോട് ഇപ്പോൾ വരുന്ന ദേഷ്യം എത്രത്തോളം ഉണ്ടെന്നറിയാവോ, അതിന് പ്രതികാരം വീട്ടണം. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇനി എൻ്റെ അനിയത്തിയുടെ ഭർത്താവായ ആദർശിനെ ജയിലിൽ കിടത്തുക എന്നതാണ്. നിനക്ക് ജയിൽ പുള്ളി എന്നൊരു പേര് മേടിച്ചു തന്നില്ലേ, അതുപോലെ അയാളും ജയിൽ പുള്ളിയാണ് എന്ന് ലോകം അറിയണം. അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത് എന്ന് നീ പറഞ്ഞാൽ മതി, അതിനൊക്കെ ഞാൻ കൂട്ടു നിൽക്കാമെന്ന് പറയുമ്പം അഭി പറയുന്നുണ്ട്, അതിലേക്കുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുവാണ്, ഇനി അവൻ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. അനിയെ കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ച് അനിയെക്കൊണ്ട് എന്നെ പുറത്താക്കിച്ചു, അതിനുള്ളത് അവൻ അനുഭവിക്കും, അതിനുള്ളത് നമ്മൾ അനുഭവിപ്പിക്കും എന്ന് പറഞ്ഞ് രണ്ടുപേരും ഭയങ്കര ദേഷ്യത്തിലാട്ടോ.
പിന്നീട് ആദർശിനെയും നയനയും കാണിക്കുന്നുണ്ട്. നയന പറയുന്നുണ്ട് ഇത്രയും പെട്ടെന്ന് അവനെ പുറത്താക്കണ്ടായിരുന്നു എന്ന്. അന്നേരം ആദർശ് പറയും അതെൻ്റെ തീരുമാനമല്ല, അവൻ്റെ തീരുമാനമാണ്. അങ്ങനെ ഒരു അഭിപ്രായം ഞങ്ങൾക്കുണ്ടെങ്കിലും പുറത്താക്കണ്ടായിരുന്നു എന്നായിരുന്നു ഞങ്ങൾ തീരുമാനിച്ചത്. ഇനിയിപ്പോൾ അവൻ്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യാനൊന്നും പറ്റില്ല എന്ന് ആദർശ് പറയുന്നുണ്ട്. പിന്നെ രണ്ടുപേർക്കും ഭയങ്കര ദേഷ്യമായതുകൊണ്ട് നവ്യ ഇനി എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്ന് അറിയത്തില്ല എന്നുള്ള രീതിയിലും രണ്ടുപേരും സംസാരിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ ആദർശ് പറയുന്നുണ്ട് നമ്മൾ വലിയൊരു സത്യം മറച്ചു പിടിച്ചേക്കുന്നത് നവ്യയുടെ ജീവിതത്തിന് വേണ്ടിയാണ്. അത് അവനും അറിയാം. അതനുസരിച്ച് അവൻ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടതിന് പകരം അവനാണ് അവളെ ചൂട് പിടിപ്പിക്കുന്നത്. ഇനി അവൻ്റെ അനിയത്തി വരാൻ നിൽക്കുന്നുണ്ട് അവന്തിക. അവളിങ്ങോട്ട് വന്നു കഴിയുമ്പോൾ അവളുടെ വിവാഹമാണ് നല്ല രീതിയിൽ നടത്തേണ്ടത്. അവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുകയാണെങ്കിൽ അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടുമെന്നൊക്കെ അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അനിയുടെ അടുത്തോട്ട് ചെല്ലുന്ന നന്ദുവിനെയാണ്. നന്ദു വന്നു കഴിയുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം. അനി അത്ര നേരം അവിടെ ഓരോ വർക്കിലായിരുന്നു. നന്ദുവിനോട് ഇതെന്താ ഒരു സർപ്രൈസ് ആയല്ലോ എന്നിങ്ങനെ പറയുമ്പം ഒരു താൽക്കാലിക MD ആകാൻ പോകുന്ന ആളെ അഭിനന്ദിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയും. അന്നേരം അനി പറയുന്നുണ്ട് ഞാൻ MD ആകുന്നതിന് മുമ്പ് ഒരു സൽക്കർമ്മം അങ്ങ് ചെയ്തു. ഇവിടെ ഉണ്ടായിരുന്ന വിഷപ്പാമ്പിനെ ഞാനങ്ങ് പിരിച്ചു വിട്ടു എന്ന് പറയും. എന്നിട്ട് എങ്ങനെയുണ്ട് എൻ്റെ തീരുമാനം എന്ന് ചോദിക്കുമ്പം നല്ല തീരുമാനം, ഏതായാലും ഈ തീരുമാനം അറിയുമ്പോൾ നവ്യേച്ചി പൊട്ടിത്തെറിച്ച് കാണുമല്ലോ എന്നിങ്ങനെ പറയുക. അന്നേരം അനി പറയുന്നുണ്ട് അങ്ങനെ പൊട്ടിത്തെറിയൊക്കെ ഉണ്ടായി എന്നാണ് ഞാൻ കേട്ടത്. പക്ഷേ അതിൻ്റെ പേരിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും അവനെ തിരിച്ചെടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് ഫ്രീ ആണെങ്കിൽ നമുക്കൊന്ന് കറങ്ങാൻ പോകാം എന്ന് പറഞ്ഞ് രണ്ടുപേരുടെ അവിടെ നിന്ന് ഇറങ്ങുവാണേ. സമയമില്ലെങ്കിൽ വേണ്ടടാ എന്ന് നന്ദു പറയുന്നുണ്ട്. പക്ഷേ അനി കൂടെ ചെല്ലും. എന്നിട്ട് രണ്ടുപേരോട് ഒരുമിച്ച് ബൈക്കിൽ കെട്ടിപ്പിടിച്ചിരുന്നൊക്കെ ആട്ടോ പോണേ. അപ്പം അത് പുറകെ വരുന്ന നവീൻ കാണുന്നുണ്ട്. അന്നേരം അത് ഏതാ പെണ്ണ് എന്നോർത്ത് ആദ്യമൊക്കെ നോക്കും. പിന്നെയാണ് നവീന് മനസ്സിലാകുന്നത് അത് നന്ദുവാണ്. ഏതായാലും അവർ രണ്ടുപേരും പോയി ഒരു ജ്യൂസ് കടയുടെ ഫ്രണ്ടിൽ വണ്ടി നിർത്തും. അവിടുന്ന് ജ്യൂസിന് ഓർഡറൊക്കെ ചെയ്തിട്ട് നിൽക്കുമ്പം അങ്ങോട്ട് ഇങ്ങനെ നവീൻ വരുന്നുണ്ട്. നവീന് ചെറിയ സംശയമൊക്കെ ഉണ്ട് ഇവരെ കാണുമ്പോഴേ, ഇവരുടെ ആ ഇരിപ്പും വന്നിട്ടുള്ള നിൽപ്പുമൊക്കെ കാണുമ്പോൾ. എന്നിട്ട് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം കാണും കേട്ടോ ബൈക്കിൽ വന്ന് അവിടെ നിൽക്കുന്ന നവീനെ. അന്നേരം വാട നീ അവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കും. അന്നേരം നവീൻ അടുത്തോട്ട് വന്നിട്ട് നന്ദുവിനോട് ആദ്യമേ ചോദിക്കുന്നത് നന്ദു ഇങ്ങനെ വേറൊരാളുടെ ബൈക്കിന് പുറകെ കയറിയിരുന്ന് പോയിട്ടുണ്ടെങ്കിൽ നിനക്ക് വിവാഹമൊക്കെ നടക്കാനുള്ളതല്ലേ, അത് പ്രശ്നത്തിലാവില്ലേ എന്ന് ചോദിക്കും. അന്നേരം നന്ദു പറയുന്നുണ്ട് അത് പ്രശ്നത്തിലാവണം. ഇനി ഒരാൾ എന്നെ വിവാഹം കഴിക്കാൻ വരുവാണെങ്കിൽ എൻ്റെ സ്വഭാവം ഇങ്ങനെയൊക്കെയാണ് എന്ന് അറിഞ്ഞിട്ട് വിവാഹം വേണ്ടെന്ന് വെക്കണം. അതിനുവേണ്ടി തന്നെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയുവേ. അന്നേരം നന്ദു തിരിച്ചു ചോദിക്കുന്നുണ്ട് നവീനോട് എന്തായി വിവാഹകാര്യം, മനസ്സിലുള്ള പെൺകുട്ടിയുടെ കാര്യം വീട്ടിൽ പറയാറായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെ പറയാറായിട്ടൊന്നുമില്ല എന്ന് പറയും. ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും ഞാൻ പറയില്ല, പക്ഷെ പെൺകുട്ടിയെ നന്ദുവിനെ നന്നായിട്ട് അറിയാമെന്ന് പറയുമ്പോൾ എൻ്റെ കൂടെ പഠിച്ച ആരെങ്കിലും ആണോ എന്ന് ചോദിക്കും. അന്നേരം അതൊന്നുമല്ല, നന്ദുവിനെ അറിയാം, പിന്നെ ഒരു അവസരത്തിൽ പറയാമെന്ന് മാത്രം പറയുന്നു. അത് കഴിഞ്ഞ് നവീനോട് ഇന്ന് ജോലിയില്ലായിരുന്നു, കോടതി പോയില്ലേ എന്നൊക്കെ ചോദിക്കും. അങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് നേരം സംസാരിച്ച് ജ്യൂസൊക്കെ കഴിച്ചിട്ട് തിരിച്ചു പോരുക. അപ്പം നവീൻ തിരിച്ചു പോരുമ്പോൾ നവീന് നല്ല സംശയമുണ്ട്. നവീൻ അങ്ങ് മാറി കഴിയുമ്പം നന്ദു അനിയോട് ഈ കാര്യം തന്നെ പറയുന്നുണ്ട്. ഇനി നമ്മളെ കണ്ടു കഴിഞ്ഞപ്പം എന്തെങ്കിലും സംശയം തോന്നി കാണുമോ, ഇനിയിപ്പോൾ ഇത് പോയി നയനേച്ചൂടെങ്ങാനും പറയുമോ, അങ്ങനെയാണെങ്കിൽ പ്രശ്നമാകില്ലേ എന്നൊക്കെ ചോദിക്കുമ്പം എന്നാൽ അവനോട് നമ്മളെ ഒരുമിച്ച് കണ്ട കാര്യം പറയണ്ടെന്ന് പറയട്ടെ എന്ന് ചോദിക്കും. അന്നേരം നന്ദു പറയും അങ്ങനെ പറയില്ല, അങ്ങനെ പറഞ്ഞുകൊണ്ട് കൂടുതൽ ഡൗട്ട് ആവുകയുള്ളൂ, നിലവിൽ സംശയമൊന്നുമില്ല, അത് നമ്മൾ ഇനി സംശയത്തിലേക്ക് കൊണ്ടെത്തിക്കേണ്ട എന്ന് പറയുവാണ്. പക്ഷേ ഇവർ വിചാരിച്ച പോലെയല്ല, ഒന്നെങ്കിലും വക്കീലല്ല, അതുകൊണ്ട് ചെറിയ സംശയമുണ്ട് നവീന്. അവർ വിചാരിച്ചതുപോലെ തന്നെ നവീൻ ചിന്തിക്കുന്നത് ഇനി അവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെയാണ്. അങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന നവീനെയും കാണിക്കുന്നുണ്ട്.